കഞ്ചാവ് കേസിൽ സാക്ഷിയാക്കിയതിൽ പത്തനംതിട്ട എക്സൈസ് കമ്മീഷണർക്ക് പരാതി നൽകി കലഞ്ഞൂർ സ്വദേശി സുരേഷ്. തന്റെ സമ്മതം വാങ്ങാതെ വിലാസം വാങ്ങി സാക്ഷിയാക്കിയായിരുന്നുവെന്നാണ് പരാതി. കഞ്ചാവ് പ്രതികളെ പിടികൂടുന്ന ദൃശ്യങ്ങൾക്കൊപ്പം തന്നെയും ചിത്രീകരിച്ചെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വാക്കുകളിലേക്ക്. ഞാൻ വാങ്ങിക്കാൻ പോയത് എൻ്റെ വൈഫിൻ്റെ ഇതിന് വേണ്ടി. അവിടെ ഡോക്ടർ എഴുതി വെച്ചേക്കുവായിരുന്നു 12-ാം തീയതി. ഇത് മേടിക്കാൻ കയറിയതാണ് ഞാൻ. കയറിയിട്ട് ഇത് മേടിച്ചുകൊണ്ട് ആ ബസ്സിന് തന്നെ അടുത്ത ഷോപ്പിൽ ഇറങ്ങാനായിരുന്നു. എന്നിട്ടാണ് അവരെന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി. അവിടെ ഇത് 3 മണിക്കണ്ട് നടന്ന സംഭവമാണ്. അടുത്തുള്ള കടക്കാരെ ആരെയും വിളിച്ചിട്ട് ചെന്നില്ല. ആ പല്ലെടുക്കുന്ന ഡോക്ടറെ ആയാലും ചെന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞു ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ സമ്മതം ഒന്നും ചോദിച്ചിട്ടില്ല. എന്നെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു ഒരു കാര്യം കാണിക്കാനാണെന്ന്. അപ്പോൾ നമ്മളൊരു യൂണിഫോം ഒരാൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതെന്തോന്ന് നോക്കും. ഞാൻ അപ്പോൾ അവിടെ ആൾക്കാർ കൂടി നിന്നു. അതെന്തോന്ന് നോക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. ഷിജോ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ഷിജോ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് മറ്റൊരു ആവശ്യത്തിന്, പ്രത്യേകിച്ച് അടിയന്തരമായ ഒരു ആവശ്യത്തിന്, ഒരു മെഡിക്കൽ ആവശ്യത്തിന് സർട്ടിഫിക്കറ്റിനായി പോയ വ്യക്തി അത് അദ്ദേഹത്തിന്റെ സമ്മതം പോലും ചോദിക്കാതെ, എന്താണെന്ന് പോലും അറിയാതെയാണ് അദ്ദേഹത്തിന് ഇതിന്റെ സാക്ഷിയായി മാറേണ്ടി വന്നത്. മാത്രമല്ല അതിലും കടുപ്പമാണല്ലോ ഈ പ്രതികളെ പിടികൂടുന്ന ദൃശ്യങ്ങൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ദൃശ്യവും വന്നത്. എന്താണ് സംഭവിച്ചത്? ക്രിസ്റ്റിന, ഗുഡ് ഈവനിങ്. ഇന്നലെയാണ് പത്തനംതിട്ട കലഞ്ഞൂരിൽ വെച്ച് 2 യുവാക്കളെ 2 കിലോ കഞ്ചാവുമായിട്ട് എക്സൈസ് പിടികൂടിയത്. ഈ 2 യുവാക്കളെ എക്സൈസ് കഞ്ചാവുമായിട്ട് പിടികൂടിയതിന് പിന്നാലെ അവിടെ ബസ്സിൽ വന്നിറങ്ങിയ കലഞ്ഞൂർ സ്വദേശി സുരേഷിനെ ഒരു യൂണിഫോം ഇട്ട എക്സൈസ് ഉദ്യോഗസ്ഥൻ വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ വെച്ച് ഇത് കഞ്ചാവാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു പേപ്പറിൽ ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ സുരേഷ് പറയുന്നത്. അതിനു പിന്നാലെ ഈ സുരേഷ് അടക്കം ഈ കഞ്ചാവിന് സമീപം എക്സൈസ് ഉദ്യോഗസ്ഥരോട് നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഈ എക്സൈസ് ഉദ്യോഗസ്ഥനെയാണ് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തത്. അതിനുശേഷം ഈ വാർത്ത വന്നതോടുകൂടി 2 കിലോ കഞ്ചാവുമായിട്ട് യുവാക്കൾ അറസ്റ്റിലായി എന്നുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളും നൽകിയതാണ്. പക്ഷേ ഈ കഞ്ചാവുമായിട്ട് യുവാക്കൾ അറസ്റ്റിലായി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം കാണിക്കുന്നത് കളഞ്ഞൂർ സ്വദേശിയായിട്ടുള്ള സുരേഷിനെയാണ്. സ്വാഭാവികമായിട്ടും സുരേഷിനെ കഞ്ചാവുമായിട്ട് പിടികൂടി എന്നുള്ള ധ്വനിയിൽ ആ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പരാതിയുമായിട്ട് കളഞ്ഞൂർ സ്വദേശി സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് ബസ്സിൽ വന്നിറങ്ങിയ തന്നെ കഞ്ചാവ് കേസിൽ സാക്ഷിയാക്കിയെന്നാണ് സുരേഷിന്റെ ആരോപണവും പരാതിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.